1948 സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കുടിവെള്ളത്തിന് പോലും അവിടെ ക്ഷാമമായിരുന്നു. അന്ന് ഇസ്രായേൽ ഗവൺമെന്റ് ഒരാൾക്ക് ദിവസം 10 ലിറ്റർ വെള്ളം എന്ന കർശനമായ പരിധി ഏർപ്പെടുത്തിയിരുന്നു. അന്ന് ഇസ്രായേലിനെ കണ്ടിരുന്നവർ കരുതിയിരുന്നത് ആഫ്രിക്കയിലെ ഒരു ദരിദ്ര രാജ്യത്തെ പോലെ അതിജീവിച്ചാൽ തന്നെ വലിയ കാര്യമാണെന്നാണ്. എന്നാൽ ഇന്ന് ഇസ്രായേൽ അതിശക്തമായ രാജ്യമായി മാറി. ഇന്ത്യ, US, ചൈന തുടങ്ങിയ വൻ രാജ്യങ്ങൾ പോലും ഇസ്രായേൽ സാങ്കേതിക വിദ്യയെ ആശ്രയിക്കുന്നു. ഇസ്രായേൽ ഇന്ന് ലോകമെമ്പാടും ആയുധങ്ങൾ വിൽക്കുന്നു. ലോകത്തിലെ 8ാമത്തെ ഏറ്റവും ശക്തമായ രാജ്യമായി ഇസ്രായേൽ കണക്കാക്കപ്പെടുന്നു. ആഗോള രാഷ്ട്രീയത്തിലും സാമ്പത്തിക രംഗത്തും സൈനിക സാങ്കേതിക വിദ്യയിലും ഈ രാജ്യം ഇന്ന് ചെലുത്തുന്ന സ്വാധീനം അത്ഭുതകരമാണ്. ഇത് മരണത്തിന്റെ വക്കിൽ നിന്ന് ജീവിതത്തിലേക്ക് നടന്നുകയറിയ ഒരു ജനതയുടെ പോരാട്ട വീര്യത്തിന്റെ ഇതിഹാസമാണ്. ലോകത്തിലെ ഏറ്റവും വിനാശകരമായ യുദ്ധങ്ങൾക്കിടയിൽ ഒരു തുള്ളി കുടിവെള്ളത്തിന് പോലും വകയില്ലാതിരുന്ന ഒരിടത്തു നിന്ന് എങ്ങനെയാണ് ഇസ്രായേൽ ലോകത്തിന്റെ സ്റ്റാർട്ടപ്പ് നേഷനായി മാറിയത്? നമുക്ക് നോക്കാം. വെൽക്കം ടു നൈൽ ഡീകോഡ്. 1948 മെയ് 14 ഇസ്രായേൽ എന്ന രാജ്യം നിലവിൽ വന്ന ദിവസം. ആ ദിവസത്തിന് പിന്നിൽ നൂറ്റാണ്ടുകളുടെ നീണ്ട വേദനയുണ്ട്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ വേട്ടയാടപ്പെട്ട, ആട്ടിയോടിക്കപ്പെട്ട ഒരു ജനതയായിരുന്നു ജൂതന്മാർ. 2ാം ലോക മഹായുദ്ധകാലത്ത് ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലെ ഗ്യാസ് ചേമ്പറുകളിൽ നിന്ന് മരണത്തെ മുഖാമുഖം കണ്ട് തിരിച്ചു വന്നവർ. അവർക്ക് ആകെ വേണ്ടിയിരുന്നത് തലചായ്ക്കാൻ സ്വന്തമായൊരു മണ്ണായിരുന്നു. തങ്ങളുടെ പിതാമഹന്മാരുടെ മണ്ണിലേക്ക് അവർ ഓരോരുത്തരായി തിരിച്ചെത്തി. സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ 5 അറബ് രാജ്യങ്ങൾ, ഈജിപ്ത്, സിറിയ, ജോർദാൻ, ഇറാഖ്, ലബനൻ എന്നിവർ ഒരേ സമയം ഇസ്രായേലിനെ ആക്രമിച്ചു. ഒരു വശത്ത് വമ്പൻ സൈനിക സന്നാഹങ്ങളുള്ള 5 രാജ്യങ്ങൾ, മറുവശത്ത് ആയുധങ്ങൾ പോലുമില്ലാത്ത ഒരു ജനത. അന്ന് ലോകം കരുതിയത് ഈ കുഞ്ഞു രാജ്യം സൂര്യോദയത്തിന് മുമ്പ് മാഞ്ഞു പോകുമെന്നാണ്. പക്ഷേ അവിടെയാണ് ലോകം ആദ്യമായി ആ രാജ്യത്തിന്റെ ഡിപ്ലോമാറ്റിക് മാജിക് കണ്ടത്. ആയുധമില്ലാത്തിടത്ത് അവർ ബുദ്ധി ഉപയോഗിച്ചു. അവർ തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. കാരണം അവർക്ക് ഇനി ഓടിപ്പോകാൻ മറ്റൊരു രാജ്യവുമില്ലായിരുന്നു. സർവൈവൽ ഈസ് ദി ഓൺലി ഓപ്ഷൻ എന്നതായിരുന്നു അവരുടെ മന്ത്രം. അക്കാലത്ത് ഇസ്രായേൽ സൈന്യത്തിന് ബോംബുകൾ കുറവായിരുന്നു. അതിനു പകരം അവർ പഴയ സോഡാ കുപ്പികൾ വിമാനങ്ങളിൽ നിന്ന് താഴേക്ക് എറിഞ്ഞു. ഉയരത്തിൽ നിന്ന് വീഴുമ്പോൾ ഈ കുപ്പികൾ ഉണ്ടാക്കുന്ന ശബ്ദം ബോംബ് സ്ഫോടനത്തിന് തുല്യമായിരുന്നു. ഇത് കേട്ട് ഭയന്ന ശത്രു സൈന്യം പിന്തിരിഞ്ഞോടി. ഇതിനെയാണ് നാം സൈക്കോളജിക്കൽ വാർഫെയർ എന്ന് വിളിക്കുന്നത്. ഉള്ള പരിമിതമായ വിഭവങ്ങൾ വെച്ച് മാനസികമായ ശത്രുവിനെ തകർക്കുക. തങ്ങളുടെ നിലനിൽപ്പ് അപകടത്തിലാണെന്ന് ബോധ്യപ്പെട്ട ഒരു ജനത ആയുധങ്ങൾക്കും പ്രതിരോധത്തിനും നൽകിയ മുൻഗണനയാണ് പിൻകാലത്ത് അവരുടെ കരുത്തായി മാറിയത്. 1967 6 ഡേയ്സ് വാർ ഇതിനൊരു മികച്ച ഉദാഹരണമാണ്. തങ്ങളേക്കാൾ 10 മടങ്ങ് വലിപ്പമുള്ള സൈന്യത്തെ വെറും 6 ദിവസം കൊണ്ട് പരാജയപ്പെടുത്തിയത് കൃത്യമായ പ്ലാനിങ്ങും മുൻകൂട്ടിയുള്ള ആക്രമണ തന്ത്രങ്ങളും വഴിയായിരുന്നു. യുദ്ധം മാത്രമായിരുന്നില്ല ഇസ്രായേലിന്റെ വെല്ലുവിളി. ഭൂമിശാസ്ത്രപരമായി അവർക്ക് ലഭിച്ചത് ചതുപ്പുനിലങ്ങളും മണലാരണ്യങ്ങളുമാണ്. സൗദി അറേബ്യയെ പോലെ എണ്ണക്കിണറുകളില്ല, ഇന്ത്യയെ പോലെ വിശാലമായ നദികളില്ല. എന്നാൽ പ്രകൃതി തന്നില്ലെങ്കിൽ ഞങ്ങൾ നിർമ്മിക്കുമെന്ന് അവർ ഉറപ്പിച്ചു. കടൽ വെള്ളം ഉപ്പില്ലാത്ത കുടിവെള്ളമാക്കി മാറ്റുന്ന ഡീസലൈനേഷൻ ടെക്നോളജിയിൽ അവർ ലോകത്തെ അത്ഭുതപ്പെടുത്തി. ഇന്ന് ഇസ്രായേലിലെ വീടുകളിൽ ലഭിക്കുന്ന വെള്ളത്തിന്റെ 80% കടൽ വെള്ളം ശുദ്ധീകരിച്ചതാണ്. വെറുതെ വെള്ളം ഉണ്ടാക്കുകയല്ല, മറിച്ച് ഓരോ തുള്ളിയും എങ്ങനെ പരമാവധി ഉപയോഗിക്കാമെന്നും അവർ ചിന്തിച്ചു. വേസ്റ്റ് വാട്ടർ റീസൈക്കിൾ ചെയ്ത് കാർഷിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതിൽ ഇസ്രായേൽ ഇന്ന് 1ാം സ്ഥാനത്താണ്. കൃഷി ചെയ്യാൻ വെള്ളമില്ലാത്ത സാഹചര്യം വന്നപ്പോൾ അവർ ലോകത്തിന് ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന വിദ്യ പഠിപ്പിച്ചു കൊടുത്തു. ഓരോ ചെടിയുടെയും വേരിലേക്ക് കൃത്യം ഒരു തുള്ളി വെള്ളം മാത്രം നൽകുന്ന വിദ്യ. ഇന്ന് ഇസ്രായേൽ മരുഭൂമിയിൽ ഓറഞ്ചും മുന്തിരിയും വിളയിക്കുന്നു. അവർ അത് ലോകത്തെമ്പാടും കയറ്റുമതി ചെയ്യുന്നു. ലോകം മുഴുവൻ ജലക്ഷാമത്തെക്കുറിച്ച് ആകുലപ്പെടുമ്പോൾ ഇസ്രായേൽ ഇന്ന് വെള്ളം കയറ്റുമതി ചെയ്യുന്ന നിലയിലേക്ക് വളർന്നു. യുദ്ധം ചെയ്യുന്ന ഒരു രാജ്യം എങ്ങനെ സമ്പന്നമാകും? സാധാരണ യുദ്ധം രാജ്യങ്ങളെ ദാരിദ്ര്യത്തിലേക്കാണ് നയിക്കുക. പക്ഷേ ഇസ്രായേൽ അതിനെ ഒരു അവസരമാക്കി മാറ്റി. ഇസ്രായേൽ തങ്ങളുടെ GDPയുടെ ഏകദേശം 5% മുതൽ 6% വരെ ഡിഫൻസിനായി മാറ്റിവെക്കുന്നു. 2026 കണക്കുകൾ പ്രകാരം ഇത് ഏകദേശം $35 ബില്യൺ മുകളിലാണ്. അവിടെ സൈനിക സേവനം നിർബന്ധമാണ്. അവർക്ക് ഹൈടെക് ഇലക്ട്രോണിക്സ്, സൈബർ സെക്യൂരിറ്റി, ലീഡർഷിപ്പ് സ്കില്ലുകൾ എന്നിവയിൽ പരിശീലനം ലഭിക്കുന്നു. യുവാക്കൾ സൈന്യത്തിൽ നിന്ന് പഠിക്കുന്ന ഡിസിപ്ലിനും ടെക്നോളജിയും പിന്നീട് സ്വന്തം ബിസിനസ്സുകളിൽ ഉപയോഗിക്കുന്നു.
ഇസ്രായേലിന്റെ യൂണിറ്റ് 8200 എന്ന മിലിറ്ററി വിഭാഗം ലോകത്തിലെ ഏറ്റവും മികച്ച സൈബർ ഇന്റലിജൻസ് യൂണിറ്റാണ്. ഇവിടെ നിന്ന് പുറത്തിറങ്ങുന്നവരാണ് ഇന്ന് ലോകത്തിലെ പല വലിയ സൈബർ സെക്യൂരിറ്റി കമ്പനികളുടെയും തലപ്പത്തുള്ളത്. സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സെമി കണ്ടക്ടറുകൾ തുടങ്ങിയ മേഖലകളിൽ ഇസ്രായേൽ ഇന്ന് ലോക നേതാവാണ്. പൗരന്മാരുടെ ബുദ്ധിയാണ് ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രകൃതി വിഭവം എന്ന് അവ തെളിയിച്ചു. വിദ്യാഭ്യാസത്തിനായി ഇസ്രായേൽ ചിലവഴിക്കുന്ന തുക വികസിത രാജ്യങ്ങളെ പോലും പിന്നിലാക്കുന്നതാണ്. എന്തുകൊണ്ടാണ് ഇസ്രായേലിനെ സ്റ്റാർട്ടപ്പ് നാഷൻ എന്ന് വിളിക്കുന്നത്? ലോകത്ത് ജനസംഖ്യാനുപാതികമായി ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകളും എഞ്ചിനീയർമാരും ഉള്ളത് ഇവിടെയാണ്. 1993 ഇസ്രായേൽ സർക്കാർ കൊണ്ടുവന്ന യോസ്മ ഫണ്ട് എന്ന പദ്ധതി രാജ്യത്തേക്ക് വിദേശ നിക്ഷേപത്തിന്റെ പ്രവാഹം തന്നെ ഉണ്ടാക്കി. ഇന്ന് നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ എടുത്താൽ അതിൽ ഇസ്രായേലിന്റെ ഒരു കയ്യൊപ്പുണ്ടാകും. മൈക്രോ പ്രൊസസ്സറുകൾ, ഇൻസ്റ്റന്റ് മെസ്സേജിംഗ് ആപ്പുകൾ, ആധുനിക സൈബർ സെക്യൂരിറ്റി സോഫ്റ്റ്വെയറുകൾ, ഇതിന്റെയെല്ലാം കേന്ദ്രം ഇസ്രായേലാണ്. ലോക പ്രശസ്ത കമ്പനികളായ ഗൂഗിളും ആപ്പിളും ഇന്റലും തങ്ങളുടെ ഗവേഷണ കേന്ദ്രങ്ങൾ ഇസ്രായേലിൽ സ്ഥാപിച്ചിരിക്കുന്നത് അവിടുത്തെ മനുഷ്യവിഭവത്തിന്റെ കരുത്ത് കണ്ടിട്ടാണ്. ഗൂഗിൾ മാപ്പിലെ പ്രധാന ഫീച്ചറായ വെയ്സും ഡ്രൈവർ രഹിത കാറുകളുടെ ടെക്നോളജിയായ മൊബൈലായി എന്നിവയെല്ലാം ഇസ്രായേലിന്റെ സംഭാവനകളാണ്. ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദിനെ കുറിച്ച് പറയാതെ ഈ കഥ പൂർത്തിയാകില്ല. ശത്രുരാജ്യങ്ങളുടെ ഉള്ളറകളിൽ ചെന്ന് വിവരങ്ങൾ ശേഖരിക്കാനും ശത്രുക്കളുടെ ആയുധ നീക്കങ്ങൾ മുൻകൂട്ടി തകർക്കാനും മൊസാദിനുള്ള കഴിവ് ലോക പ്രശസ്തമാണ്. ഇസ്രായേലിന്റെ നിലനിൽപ്പിന് പിന്നിൽ ഈ നിശബ്ദ പോരാളികളുടെ പങ്ക് അവിസ്മരണീയമാണ്. നിരന്തരമായ ആഭ്യന്തര രാഷ്ട്രീയ തർക്കങ്ങൾ, പ്രാദേശികമായ സംഘർഷങ്ങൾ, സൈബർ യുദ്ധങ്ങൾ എന്നിവ അവർ നേരിടുന്നുണ്ട്. എങ്കിലും തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാകുമ്പോൾ അവർ കാണിക്കുന്ന ഐക്യമാണ് അവരുടെ ശക്തി. അവർക്ക് വംശീയമായോ മതപരമായോ പല പേരുകളുണ്ടാകാം, പക്ഷേ അവർ സ്വയം വിളിക്കുന്നത് ഇസ്രായേലികൾ എന്നാണ്. ചരിത്രത്തിൽ ഇത്രയധികം പീഡിപ്പിക്കപ്പെട്ട മറ്റൊരു വംശമില്ലാത്തതുകൊണ്ട് തന്നെയാകാം സ്വന്തം രാജ്യത്തെ അവർ പ്രാണനെ പോലെ സ്നേഹിക്കുന്നത്. തങ്ങൾക്ക് ലഭിച്ച ഈ ചെറിയ മണ്ണ് സ്വർഗമാക്കി മാറ്റുക എന്നത് അവരുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമായി അവർ കരുതുന്നു. ഇന്ന് ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ നിലയിലാണ്. കാർഷിക രംഗത്തും പ്രതിരോധ രംഗത്തും ഇന്ത്യ അവരെ പങ്കാളികളാക്കുന്നു. ഇന്ത്യയെ പോലെ വലിയൊരു മാനവ വിഭവശേഷിയുള്ള രാജ്യം ഇസ്രായേലിന്റെ ടെക്നോളജിയുമായി ചേരുമ്പോൾ അതൊരു വലിയ ലോകശക്തിയായി മാറും. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പ്രശ്ന പരിഹാരത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന പാഠം ഇസ്രായേൽ നമുക്ക് നൽകുന്നു. വെറും ബിരുദങ്ങൾക്കപ്പുറം നൈപുണ്യമുള്ള ഒരു തലമുറയെ വളർത്തിയെടുക്കുക എന്നതാണ് അത്. ഇസ്രായേലിന്റെ വിജയം എന്നത് കൃത്യമായ ദീർഘവീക്ഷണമുള്ള ഭരണകൂടത്തിന്റെയും പ്രതിസന്ധികളിൽ തളരാത്ത ഒരു ജനതയുടെയും അധ്വാനത്തിന്റെ ഫലമാണ്. ഒരു ചെറിയ രാജ്യത്തിന് എങ്ങനെ ഒരു ആഗോള ശക്തിയായി മാറാമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇസ്രായേൽ. വിഭവങ്ങളുടെ കുറവ് നമ്മെ തളർത്തരുത്, മറിച്ച് പുതിയ വഴികൾ കണ്ടെത്താൻ പ്രേരിപ്പിക്കണം എന്നതാണ് ഇസ്രായേൽ നൽകുന്ന പാഠം. ഇസ്രായേലിന്റെ ഈ വളർച്ചയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യൂ. ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി നൈൽ ഡീകോഡ് സബ്സ്ക്രൈബ് ചെയ്യൂ.